അലർജിയോടൊപ്പം തന്നെ വല്ലാതെ മൂഡ് സ്വിങ്സ് അനുഭവിക്കുന്ന വ്യക്തിയാണോ, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ വല്ലാതെ ദേഷ്യപ്പെടുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അലർജിയുടെ ഭാഗമായിട്ട് ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഭർത്താക്കന്മാർക്ക് ഉണ്ടാവണമെന്നില്ല. അലർജിയുടെ ഭാഗമായിട്ട് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഒപ്പം നമുക്ക് ഇത്തരം ഒരു മൂഡ് സ്വിങ്സ്, അതായത് ഇത്തരം ഒരു ഹോർമോണൽ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് മെൻസസ് ആവുന്നത് മുതൽ മെൻസസ് നിൽക്കുന്നത് വരെ ഒരുപാട് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഭർത്താവിനടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കാനുള്ള സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ്സോ ഹോബീസോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു 10 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ മാറ്റി വെക്കുക. കാരണം അങ്ങനെ ചെയ്യുന്ന വഴി തന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത മാറി കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മൾ ഹാപ്പി ഹോർമോൺസ് വളരെയധികം ലേഡീസിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുറഞ്ഞു കാണുന്നുണ്ട്. ഇത് കൂടാനും ഇത്തരം ആക്ടിവിറ്റീസ് വഴി നമുക്ക് പറ്റുന്നതാണ്. അലർജിയുള്ള ഭർത്താക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു ഫ്ലക്ച്വേഷൻസിലൂടെ പോകുന്ന ലേഡീസ് ഒരുപാട് മൂഡ് സ്വിങ്സ് കാണിക്കും. അപ്പൊ അത് അവരുടെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അവർക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓൾറെഡി ലേഡീസിന് ഉണ്ടാകുന്ന ജനറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസിന്റെ കൂടെ അലർജിയും കൂടി ഉണ്ടാകുമ്പോൾ അവർ വളരെയധികം ജോലികളൊന്നും ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് മടിയാണെന്നൊന്നും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ കേട്ടോ. മൂഡ് സ്വിങ്സ് ഒരുപാടുള്ള ഒരാളാണെങ്കിൽ അത് ശരിയാക്കാനുള്ള ടിപ്സ് വേണമെങ്കിൽ നിങ്ങൾ അലർജി ടിപ്സ് എന്ന് താഴെ കമന്റ് ചെയ്യൂ.